ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ഇന്റർവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പറയാൻ പോകുന്നത് നരേട്ടനെ നായകനാക്കി ലിജോസ് പല്ലിശ്ശേരി അണിയിച്ചിറക്കി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ മരക്കോട്ടെ ബാലു എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നരേട്ടനെ നായകനാക്കി ലിജോസ് പല്ലിശ്ശേരി അണിയിച്ചിറക്കി ജനുവരി മാസം അവസാനം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു മരക്കോട്ടെ ബാലു എന്ന സിനിമ. ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനം മുതൽ ബോക്സ് ഓഫീസിൽ തകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കാൻ. ചിത്രത്തിന് കടുത്ത നെഗറ്റീവ് റിവ്യൂസും ഡീഗ്രേഡിംഗും തന്നെയാണ് ചിത്രത്തിന്റെ പരാജയത്തിന് കാരണമായിരിക്കുക. എന്നാൽ പോലും ആദ്യ വീക്കെൻഡിൽ ചിത്രത്തിന് മോശമില്ലാത്തൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ദിവസം 5.65 കോടി രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനമായ വെള്ളിയാഴ്ച 2,40,00,000, മൂന്നാം ദിവസം 1,05,50,00,000 രൂപ സ്വന്തമാക്കിയ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം 1 കോടിക്ക് താഴെ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന് വ്യാഴാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം 37 ലക്ഷം രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടെ പുറത്തുവരുമ്പോൾ ഇന്നത്തെ കളക്ഷൻ ഏകദേശം 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെ മാത്രമാണ് ചിത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇന്നെത്തിയ ധ്യാൻ ശ്രീനിവാസിന്റെ അയ്യർ ഇൻ അറേബ്യ, അതോടൊപ്പം LLB തുടങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം തന്നെ മികച്ച അഭിപ്രായം നേടിയെടുത്തത് നമ്മുടെ ബാലുവിന് തിരിച്ചടിയായിരിക്കണം. എന്തൊക്കെയാണ് ബാലുവിന് വരും ദിവസങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ ഇടണം. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ബാലുവിന് ഒരു തിരിച്ചുവരവാനായിട്ട്. കാരണം മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മരക്കോട്ടെ ബാലു എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.